أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ സംസാരം, ഇവിടുത്തെ ഭരണകൂടം ഇവിടുത്തെ മജ്ലിസ് ശൂറയെ ആധാരമാക്കി സംസാരിച്ചതായ പ്രസംഗത്തിനെ തുടർന്നുകൊണ്ട് ലോകത്തിന് ആസകലം ഉൾക്കൊള്ളേണ്ടതായ ഒരു മഹാനിഅമത്തിലേക്ക് സൂചന നൽകുകയായിരുന്നു, ചൂണ്ടുകയായിരുന്നു അദ്ദേഹം. കാരണം ലോകത്തിലുള്ളതായ മുസ്ലിങ്ങളുടെ ഹൃദയഭാഗമാണ് അവരുടെ ക്യാപിറ്റലാകുന്നതായ മക്ക മദീന. ആ മക്ക മദീന ഉൾക്കൊള്ളുന്നതായ നാടുകളെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഏൽപ്പിച്ചത് വിശുദ്ധ ഫുർഖാൻ അലീം ഉദ്ദേശിക്കുന്നതായ തത്വത്തെ ഈ നാട്ടിൽ നടപ്പാക്കണമെന്ന നിർബന്ധമുള്ളതായ ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ്. അതൊരു മഹാനിഅമത്താണ്. പല കാലഘട്ടങ്ങൾ വിട്ടുകടന്നു പോയിട്ടുണ്ട്. സലഫ് സാലിഹ്യങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം, ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിലും അതിന്റെ പരിസരത്തിലുമെല്ലാം പല പല തത്വങ്ങളും പല പല ചിന്താഗതികളും ഉൾക്കൊള്ളുന്നതായ വിഭാഗം, മതം പൊട്ടിജീവിക്കുന്നവരും ബിദ്അത്ത് ചെയ്യുന്നവരും ബിദ്അത്ത് വ്യാപകമാക്കുന്നവരും, അതുപോലെ തന്നെ ഖറാമിത്തക്കാരും, അതുപോലെ തന്നെ ഉബൈദികളും റാഫിദികളും ഷിയാക്കളും ഹാജിമാരെ വധിക്കുന്നവരും, അങ്ങനെ പല പല അക്രമങ്ങളും അനീതികളും ഈ പരിശുദ്ധ ഭൂമിയിലും പരിസരത്തിലും കാട്ടിക്കൂട്ടിയ വിഭാഗം വിട്ടുകടന്നു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ആ ചുറ്റുപാടിൽ നിന്നിട്ടും അന്തരീക്ഷത്തിൽ നിന്നിട്ടുമെല്ലാം ഏകദേശം 300ഓളം വർഷങ്ങളിലൂടെ ഈ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ വിജയ പതാക പറപ്പിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ ഈ നാട്ടിന്റെ നേതൃത്വങ്ങൾ പറയുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിന് സമ്പത്ത് നൽകിയ സന്ദർഭത്തിൽ, സമ്പത്തുള്ളതായ രാഷ്ട്രമാക്കി മാറ്റാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ, എണ്ണ നൽകിയപ്പോൾ, പെട്രോൾ നൽകിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു വിഭാഗത്തെ ഭരണകൂടം നടത്താൻ വേണ്ടി, ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ആ വിഭാഗം യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് ഭരിക്കണമെന്ന നിർബന്ധമുള്ളവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തത്. അത് ലോകത്തിന് ആസകലം നിഅമത്താണ്. അത് മുസ്ലിം ലോകത്തിന് പ്രത്യേകിച്ച ഒരു മഹാനിഅമത്താണ്. അത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കുകയും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി പ്രകടനം ചെയ്യുകയും ആ രൂപത്തിലുള്ളതായ ഭരണകൂടം ഇസ്ലാമിക നിയമങ്ങളെ നടപ്പാക്കിയും കൊണ്ട് കഴിവിന്റെ പരമാവധി ഈ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തതായ ഈ നിഅമത്താകുന്ന പെട്രോളിനെ, അല്ലാഹുവിന്റെ തആത്തിനെ ഇവിടെ സ്ഥാപിക്കാൻ, തൗഹീദിനെ സ്ഥാപിക്കാൻ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ വളർത്തിയെടുക്കാൻ, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ നേതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് നാം സദാ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഈ നാട്ടിന് വേണ്ടിയും ഈ നാട്ടിന്റെ ഭരണകൂടത്തിന് വേണ്ടിയും ഈ നാട്ടിലുള്ളതായ നേതാക്കൾക്ക് വേണ്ടിയും എന്ന് പ്രത്യേകം മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. കാരണം മക്ക ഇമാം ഇന്ന് ഇവിടുത്തെ മജ്ലിസ് ശൂറയുടെ ഒരു സമ്മേളനത്തിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇവിടുത്തെ രാജാവ് സംസാരിച്ച സംസാരത്തെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുകയായിരുന്നു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിനെ എല്ലാ പ്രപഞ്ചത്തെ ആസകലം സൃഷ്ടിച്ച കാരണമാകുന്ന വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല അവൻ ആരാധിക്കാനല്ലാതെ, എന്നെ ആരാധിക്കാനല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ ആ ഇബാദത്ത്, ആ തൗഹീദ്, ആ ഏകദൈവ വിശ്വാസം, ആ അല്ലാഹുവിന്റെ ഭരണകൂടം, അല്ലാഹു ഇറക്കിയതായ നിയമാവലികൾ ഈ നാട്ടിൽ, ഈ മക്കയിലും മദീനയിലും സ്ഥാപിക്കണമെന്ന നിർബന്ധമുള്ളവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിന് വേണ്ടി സെലക്ട് ചെയ്തത്. പലരും ഇവിടെ വന്ന് ഈ നാട്ടിന്റെ പരിസരത്തുള്ളതായ നാടുകളെല്ലാം പല വിഭാഗങ്ങളും ലോകത്തിലുള്ള വൻ രാഷ്ട്രങ്ങളും കീഴടക്കിയ കാലഘട്ടം വിട്ടുകടന്നിരുന്നു. അവരെല്ലാം ഈ നാട്ടിലൂടെ വിടവാങ്ങി, അഥവാ ഈ നാട്ടിന്റെ പരിസരത്തോട് വിടവാങ്ങി ആ നാട്ടിന്റെ പരിസരത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശേഷമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് പെട്രോൾ നൽകുന്നത്. എന്ന് മാത്രമല്ല, ആ പെട്രോൾ നൽകുന്ന സന്ദർഭത്തിൽ ഇവിടെ മലിക് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിൽ അല്ലാഹു
സുബ്ഹാനഹു വ തആല ഈ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച കാലഘട്ടത്തിലും അതിനുശേഷം സഹാബാക്കളും താബിഈങ്ങളും താബിഈങ്ങളും ജീവിച്ച കാലഘട്ടത്തിലും ഉണ്ടായിരുന്നതായ ആ ചുറ്റുപാട് അന്തരീക്ഷം ചുരുങ്ങിയാൽ ആദർശത്തിന്റെ കാര്യത്തിൽ തൗഹീദിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന നിർബന്ധമുള്ളവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുൽ അസീസ് രാജാവിന്റെ കയ്യാലെ സൽക്ക് ചെയ്തത് എന്ന് ഇവിടുത്തെ ഇമാമ് ഉണർത്തുകയുണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കണ്ണടച്ച് ഇരുട്ടാക്കി ഇസ്ലാമിനെ കുത്തിപ്പറയുന്ന ഈ ഭരണകൂടത്തെ തള്ളിപ്പറയുന്ന വിഭാഗങ്ങളൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രൂപത്തിൽ അതിനെയെല്ലാം നിഷേധിക്കുന്നുണ്ടെങ്കിലും ആർക്കും യഥാർത്ഥത്തിൽ നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് കാണുന്നവരും കേൾക്കുന്നവരും ചിന്തിക്കുന്നവരും അഭിപ്രായം രേഖപ്പെടുത്തുന്നവരും ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഈ നാട്ടിൽ മക്കയിൽ പ്രത്യേകിച്ച് മദീനയിൽ പ്രത്യേകിച്ച് ആ ഹാജിമാർക്ക് വേണ്ടിയും ഉംറക്കാർക്ക് വേണ്ടിയും സന്ദർശകർക്ക് വേണ്ടിയും മുസ്ലിം ലോകത്തിന്റെ ആ ഹൃദയഭാഗമാകുന്ന ക്യാപിറ്റലുകളിൽ ചെയ്യുന്നതായ സേവനങ്ങൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇവിടെ സേവനം ചെയ്തുകൊണ്ട് അതിനുവേണ്ടി ഉറക്കൊഴിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ആ വിഭാഗത്തെ കാണുമ്പോൾ അൽഹംദുലില്ലാ എന്ന് ഈ നാട്ടിനോട് വെറുപ്പും അറുപ്പുമുള്ള പലരും പറഞ്ഞു പോകുന്നത് നാം കാണാറുണ്ട്. അതൊരു പച്ചപരമാർത്ഥമാണ്, ഒരു യാഥാർത്ഥ്യമാണ് എന്നതുകൊണ്ട് തന്നെ മക്ക ഇമാം പറയുന്നു, ലോക മുസ്ലിങ്ങൾക്ക് ആസകലം അല്ലാഹു ചെയ്തതായ ഒരു മഹാനിഅമത്താണ് എന്ത് ഈ നാട്ടിനെ ഭരിക്കാൻ പരസ്യമായിട്ട് ഈ പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതി പ്രാപിച്ച യുഗമാണ് എന്ന് ലോകം കൊട്ടിഘോഷിക്കുന്നതായ യുഗത്തിൽ അതേ സമയത്ത് മനുഷ്യാവകാശം വരെ നഷ്ടപ്പെട്ടു പോയതായ ഈ യുഗത്തിൽ ഈ നാട്ടിന്റെ ഭരണകൂടം ഞങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് നടപ്പാക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നടപ്പാക്കും, ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും എന്ന് പച്ചയിൽ ഭരണകൂടം അതിന്റെ നേതൃത്വം പ്രധാനപ്പെട്ട മെമ്പറുകളിൽ പ്രസംഗിക്കുന്ന അഥവാ മജ്ലിസ് ശൂറ പോലത്തതായ പാർലമെന്റ് പോലത്തതായ ഈ നാട്ടിന്റെ മെമ്പറുകളിൽ പ്രസംഗിച്ചുകൊണ്ട് അന്തസ്സോടെ അഭിമാനത്തോടെ ലോകത്തോട് പ്രഖ്യാപിക്കുന്നതായ ഒരു വിഭാഗത്തെ നമുക്ക് സെലക്ട് ചെയ്തു തന്നു എന്നതും എന്നിട്ട് ആ സെലക്ട് ചെയ്തു എന്ന് മാത്രമല്ല അവര് ഈ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കയുടെ പ്രത്യേകത ഈ മദീനയുടെ പ്രത്യേകത ഉൾക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെ നിർണയിച്ചുകൊണ്ട് ഉയർന്ന സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നതായ മഹാപ്രഗത്ഭ പണ്ഡിതന്മാരായ നിറഞ്ഞ പണ്ഡിതന്മാരെ എല്ലാ മദ്ഹബുകളും കലക്കി കുടിച്ച ആയത്തുകളും ഹദീസുകളും അതിന്റെ വ്യാഖ്യാനങ്ങളുമെല്ലാം ശരിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിലും ഭരണകൂടത്തിലും പകർത്തണമെന്ന് നിർബന്ധമുള്ളതായ പണ്ഡിതന്മാരെയെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ ഈ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർബന്ധം പുലർത്തിയും കൊണ്ട് അത് പച്ചയിൽ ഖുർആനിലൂടെ ഹദീസിലൂടെ ലോകത്തിന്റെ മുമ്പിൽ ഈ പുരോഗതി പ്രാപിച്ച യുഗമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിനെ വെറുക്കുന്ന ഇസ്ലാമിനെ അറുക്കുന്ന ഇസ്ലാം ഭീകരതയുടെ മതമാണെന്ന് പറയുന്ന ഈ യുഗത്തിൽ വരേക്കും അത് പച്ചയിൽ പറയാൻ ധൈര്യമുള്ളതായ നേതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുസ്ലിം ലോകത്തിന് മക്കയ്ക്ക് മദീനയ്ക്ക് സെലക്ട് ചെയ്തു എന്നത് ഒരു മഹാഭാഗ്യമാണ് എന്ന് മക്ക ഇമാം ഇന്ന് ഉണർത്തുകയുണ്ടായി. അത് നാം എല്ലാവരും ചിന്തിക്കേണ്ട ഭാഗമാണ് യഥാർത്ഥത്തിൽ. സഹോദരന്മാരെ സഹോദരികളെ, പരസ്യമായിട്ട് നിങ്ങൾ സൽമാൻ രാജാവിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിരിക്കാം. മജ്ലിസ് ശൂറയിൽ അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി സേവനം ചെയ്യാൻ നൽകട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം അള്ളാഹുവിന്റെ കിതാബിനെയും തിരുസുന്നത്തിനെയും മൂലാധാരമാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഭരണകൂടം സ്ഥാപിച്ചതും തുടങ്ങിയതും. ഞങ്ങൾ അതേ നിലക്ക് തന്നെ മുന്നോട്ട് കുതിക്കുകയും ചെയ്യും, മുന്നോട്ട് പോവുകയും ചെയ്യും. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഭരണകൂടം ഈ നാട്ടുകാരോട് ആവശ്യപ്പെടുകയുണ്ടായി, അതുപോലെ മുസ്ലിം ലോകത്തോടും ആവശ്യപ്പെടുകയുണ്ടായി, ഞങ്ങളോട് നിങ്ങൾ സഹകരിക്കണം, ഞങ്ങളോട് നിങ്ങൾ സഹായിക്കണം. ഈ രൂപത്തിൽ ഭരണകൂടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് ഖുർആനും സുന്നത്തും സ്ഥാപിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കാൻ, അതിലുള്ള വീഴ്ചകളെ നികറ്റാൻ ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം, ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ ഈ നാട്ടുകാരോട് പ്രത്യേകിച്ച് ഭരണകൂടം പറയുകയും ചെയ്തതായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അഥവാ രാജാവിന്റെ പ്രസംഗം കേൾക്കുന്നവർക്ക് അറിയാവുന്നതായ പച്ച പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. ഇതെല്ലാം ഈ പ്രത്യേകതയെല്ലാം ഉള്ളതോടുകൂടി കണ്ണടിച്ചിരട്ടാക്കുന്നതായ ഒരു വിഭാഗം ഈ നാട്ടിനെ കുറിച്ച് ഈ നാട് പ്രവർത്തിക്കുന്ന പ്രവർത്തനം തൗഹീദ് സ്ഥാപിക്കാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാട്ടിന്റെ പ്രത്യേകത, ഈ നാട്ടിന്റെ നേതൃത്വങ്ങളുടെ പ്രത്യേകത, ഈ നാട്ടിന്റെ ഭരണകൂടത്തിന്റെ പ്രത്യേകത, ഈ നാട്ടിന്റെ മജ്ലിസ് ശൂറയുടെ പ്രത്യേകത, ഈ നാട്ടിന്റെ പാർലമെന്റിന്റെ പ്രത്യേകത. അവരെല്ലാം ഏത് രൂപത്തിൽ ഈ നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഖുർആനും തിരുസുന്നത്തും വിട്ട് സംസാരിക്കാറില്ല, അതൊഴിവാക്കി സംസാരിക്കാറില്ല. അതൊരു മഹാഭാഗ്യമാണ്
മഹാനേട്ടമാണ് ഈ മുസ്ലിം ലോകത്തിന് ആ സകലം, പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക്. അതേ, വീഴ്ചയും ഇല്ല എന്ന് ഇവർക്ക് ആർക്കും വാദമില്ല, പരിപൂർണതയിലേക്ക് എത്തി എന്ന് ഇവർക്ക് ആർക്കും വാദമില്ല. ഇവിടുത്തെ നേതൃത്വങ്ങൾ തന്നെ പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല, വീഴ്ചകൾ വരാറുണ്ട് ഞങ്ങളിൽ എന്നൊക്കെ പറയാറുണ്ട്. അതോടൊപ്പം അടിസ്ഥാനം തെറ്റിയിട്ടില്ല. അടിസ്ഥാനം അതെന്താണ്? തൗഹീദിന്റെ പേരിൽ സ്ഥാപിക്കപ്പെടുക എന്നതാണ്, തൗഹീദിന് പ്രാധാന്യം നൽകുക എന്നതാണ്. ഈ ഖുർആനിനെ അള്ളാഹു ഇറക്കാൻ കാരണം, ഈ ലോകത്തിന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കാരണം, അതൊക്കെ ഞാൻ ഓതി വെച്ചതായ ആയത്തിൽ അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ് സലാത്ത വആതൂ സകാത്ത വഅമറൂ ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂറി എന്നതായ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിച്ച, നാം അവർക്ക് ഈ നാട്ടിൽ ഭരണകൂടം നടത്താനുള്ള, ഭൂമിയിൽ ഭരണകൂടം നടത്താനുള്ളതായ ചാൻസ് നൽകിയാൽ അവരെന്ത് ചെയ്യും? അഖാമുസ് സലാ, 5 വക്ത നമസ്കാരം കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് അത് സ്ഥാപിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു കൂസലോ മടിയോ ഉണ്ടാവുകയില്ല. പള്ളികൾ കെട്ടിപ്പടുത്തുവാനും ആ പള്ളികളിൽ ആൾക്കാർ വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുവാനും ഹറമിന്റെ പ്രത്യേകത സംരക്ഷിക്കുവാനും മക്ക മദീന ഹറമിലേക്ക് ലക്ഷങ്ങൾ, മില്യനുകൾ, കോടാനകോടി ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടേ ഇബാദത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുവാനും ഉള്ള ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കുക എന്നത് വളരെ മഹാഭാഗ്യമാണ്, വളരെ മഹാനേട്ടമാണ്. ഇതിന്റെ വിപരീതം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഖറാമിത്തക്കാര് ഒരു കാലഘട്ടങ്ങളിൽ 30,000 പേരെ ഏകദേശം മസ്ജിദുൽ ഹറാമിലുള്ളതായ സംസം കടലിലേക്ക് ഇട്ട് രാജിമാരെ വധിച്ചതായ സംഭവം വിട്ടുകടന്നിട്ടുണ്ട് ഈ നാട്ടിലൂടെ പണ്ട് കാലഘട്ടങ്ങളിൽ. അങ്ങനെ പല കാലഘട്ടങ്ങളിലായിട്ട് ഖറാമിത്തക്കാരും ഉബൈദികളും അതുപോലെ ഇവിടെ ഉസ്മാനികൾ ഭരിച്ചിരുന്നതായ കാലഘട്ടങ്ങളിൽ ധാരാളം അനാചാരങ്ങൾ, ധാരാളം ആനപ്പോക്കുകളും സന്തലപ്പോക്കുകളും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെയുള്ളതായ അനിസ്ലാമികത്വം, ജന്മദിനാഘോഷം, മരണദിനാഘോഷം, ഖബറ് കെട്ടിപ്പൊക്കലുകൾ പോലത്തതായ ധാരാളം അനാചാരങ്ങൾ ഇവിടെ നടമാടപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നിട്ടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതുപോലെ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രാർത്ഥന ഫലമായിട്ട് തൗഹീദ് ആര് സ്ഥാപിക്കുന്നുവോ, തൗഹീദ് ഇവിടെ ആര് പ്രകടമാക്കുന്നുവോ, അങ്ങനെയുള്ളതായ വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ അവർക്ക് ലോകത്തിലുള്ളതായ സർവ്വ ഉൽപ്പന്നങ്ങൾ നൽകും, സർവ്വ നിഅമത്തുകൾ നൽകും, സർവ്വ സൗകര്യങ്ങൾ നൽകും എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ട് അള്ളാഹു ഏറ്റെടുത്തത് നാം ശരിക്ക് തുറിച്ച് കാണുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ നിഅമത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി രാജാവ് പറഞ്ഞതുപോലെ, ഇവിടുത്തെ നേതാക്കൾ പറയാറുള്ളത് പോലെ, ഇവിടെയുള്ള പ്രജകളോടും അതുപോലെ തന്നെ മറ്റുള്ളതായ മുസ്ലിം ലോകത്തോടും ആഹ്വാനം ചെയ്തതായ ഭാഗമാണ്. നാം അതിനെ സംരക്ഷിക്കാൻ പരിശ്രമിക്കണം, ആ നിഅമത്ത് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിശ്രമിക്കണം. അതെങ്ങനെയാണ്? നാം കഴിവിന്റെ പരമാവധി ഈ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ലോകവ്യാപകമാക്കാനും ഈ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ഖുർആനെയും സുന്നത്തിനെയും നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സ്വകാര്യ ജീവിതത്തിന്റെ എ മുതൽ സെന്റ് വരെ, കുടൽ തൊട്ട് കൊട്ടാരം വരെ ആ ഖുർആനിനെ, ആ സുന്നത്തിനെ, തിരുസുന്നത്തിനെ നടപ്പാക്കുവാനും പാടുപെടാനും അതിനുവേണ്ടി സഹകരിക്കുവാനും അതിനുവേണ്ടി പാടുപെടുന്നതായ നേതൃത്വങ്ങളെ സഹായിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും പരിശ്രമിക്കുകയാണ് വേണ്ടത്. എന്നല്ലാതെ ഇസ്ലാമിന്റെ ശത്രുക്കൾ അഴിച്ചുവിട്ടതായ, അസൂയയിൽ കൂടി അഴിച്ചുവിട്ടതായ ആ ഭീകരതയുടെ തത്വത്തെ പേര് നടക്കുന്ന, ആ മഹാനീച നികൃഷ്ട ചിന്താഗതി പേര് നടക്കുന്ന വിഭാഗം ഈ നാട്ടിലുള്ളതായ ഈ പുരോഗതി, ഈ തൗഹീദ് സ്ഥാപിക്കുക എന്നതായ, തൗഹീദിന്റെ വിജയ പതാക പറപ്പിക്കുക എന്നതായ ഈ പ്രത്യേകത നഷ്ടപ്പെട്ട് കിട്ടണമെന്ന് ശത്രുക്കൾക്കുള്ളതായ മോഹത്തെ ഇവിടെ നടപ്പാക്കാൻ വേണ്ടി, ഇവിടെ പൊട്ടിത്തെറിയുണ്ടാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടിയും അക്രമം നടത്താൻ വേണ്ടിയും അനീതി നടത്താൻ വേണ്ടിയും ഭീകരത നടത്താൻ വേണ്ടിയും പലരും പല കാലഘട്ടങ്ങളിലായിട്ട് പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഈ യുഗത്തിൽ തന്നെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അവിടുന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതത്വത്തോടു കൂടി സംരക്ഷണം അല്ലാഹു നൽകുക തന്നെ ചെയ്യും. എന്തുകൊണ്ട്? അസാസ് ക്ലിയർ ആണ് എന്നത് അല്ലാഹുവിന് പ്രാവർത്തികമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കണ്ടറിയണം എന്ത്, എങ്ങനെയാണ് എന്റെ അടിമകൾ ഞാൻ ഇറക്കിയതായ ഈ മതത്തിനെ അവരുടെ ജീവിതത്തിലും അവരുടെ ഭരണകൂടത്തിലും എങ്ങനെയാണ് നടപ്പാക്കുന്നത്, എങ്ങനെയാണ് ഖുർആനെ ഞാൻ ഇറക്കിയതായ ലക്ഷ്യത്തിന് വേണ്ടി അവരതിനെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്നതൊക്കെ അള്ളാഹുവിന് കണ്ടറിയണം. അത് കണ്ടറിഞ്ഞ സന്ദർഭത്തിലാണ് അള്ളാഹുവിന് അനുഗ്രഹം ഇവിടെ ചൊരിയപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെയുള്ളതായ ഈ പ്രത്യേകതയെ കണ്ണടിച്ചിട്ടാക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കിയിട്ട് അറിയാഭാവം നടിച്ചുകൊണ്ട് തോക്കിന്റെ അകത്തുനിന്ന് വെടിവെക്കുക എന്ന് നാം പറയാറുള്ളത് പോലെ ഇവിടെ മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാമിനെതിരിൽ, മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന വിഭാഗം തന്നെ നമ്മുടെ അബ്നാഉ ജിൽദത്തിന എന്ന് നാം അറബി ഭാഷയിൽ പറയാറുള്ളത് പോലെ മുസ്ലിങ്ങൾ നിന്നിട്ട് തന്നെ ജനിച്ച വിഭാഗം തന്നെ മറ്റുള്ളവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഈ നാട്ടിന് വിപരീതവും ഈ നാട്ടിനെതിരിലും ഈ നാട് തന്നെ ഈ ഭരണകൂടം തന്നെ ഭീകരതയുടെ ഭരണകൂടമാണ് എന്ന സീലുകുത്താൻ പരിശ്രമിക്കുന്നതായ, കരിവാരിത്തേക്കാൻ പരിശ്രമിക്കുന്നതായ വിഭാഗത്തെ മുസ്ലിങ്ങളുടെ അണിയിൽ തന്നെ കാണാം, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കാണാം. അത് മഹാഖേദമാണ്, മഹാപ്രയാസമുള്ള കാര്യമാണ്, മഹാദുഃഖകരമായ വാർത്തയാണ്. അത് ലോകവ്യാപകമാണ്. അസൂയാലുക്കൾ വർദ്ധിച്ചു വരികയാണ് ഈ നാട്ടിനോട്. അത്
തെളിവാണ് എന്ത്, ഇവർ ഹക്കിന്റെ മീതിയാണ് എന്നതിൽ. ഇവർ ഹക്കിന്റെ മീതിയാണ്, ഇവർ സത്യത്തിന്റെ മീതിയാണ്, ഇവർ പോകുന്നതായ വഴി ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ നിന്നിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവർക്കും ഈ ഭരണകൂടത്തോടും ഇവിടെയുള്ളവരോടും അസൂയ ഉണ്ടാവാൻ കാരണമെന്ന് പ്രത്യേകിച്ച് നാം കണ്ടറിയേണ്ടതുണ്ട് എന്ന് മക്ക ഇമാം എന്ന് ഊന്നിപ്പറയുകയുണ്ടായി. അപ്പോൾ നാം ഇവിടെ പ്രധാനമായിട്ട് ഇന്നത്തെ മക്ക പ്രസംഗത്തിലൂടെ, മക്ക ഖുതുബയിലൂടെ പഠിച്ചു വരുന്നത് അള്ളാഹു ചെയ്തതായ ആ വിശാലമായ അനുഗ്രഹം, അതിന് നന്ദി പ്രകടിപ്പിക്കേണ്ടത് എന്തിലൂടെയാണ്? പ്രവർത്തനത്തിലൂടെയാണ്. ഈ നാട്ടുകാരോട് പ്രത്യേകിച്ച് രാജാവ് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കൂ, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കൂ, നിങ്ങൾ ഞങ്ങളിലുള്ളതായ വീഴ്ചകൾ നികറ്റാൻ വേണ്ടി പറയൂ എന്നല്ലാതെ ഈ ഞങ്ങൾക്കെതിരിൽ പൊട്ടിപ്പുറപ്പെടലും ഞങ്ങൾക്കെതിരിൽ ഗൂഢാലോചന നടത്തലും ഞങ്ങളെ ഭീകരന്മാരാണെന്ന് പറയലും അതല്ല വേണ്ടത് എന്ന് പറയും പോലെ, മറിച്ച് ഇവിടെ ഉള്ളതായ നന്മകൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ നന്മകളിലുള്ളതായ വീഴ്ചകൾ വല്ലതും ഉണ്ടെങ്കിൽ, ആ പരിശ്രമത്തിലുള്ളതായ വീഴ്ചകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നികറ്റാൻ വേണ്ടി പരിശ്രമിക്കുക എന്നല്ലാതെ, ആ പരിശ്രമിക്കേണ്ട രൂപത്തിൽ പരിശ്രമിക്കുക എന്നല്ലാതെ അതിനെതിരിൽ പൊട്ടിപ്പുറപ്പെടലോ അതുപോലെ തന്നെ ഇസ്ലാമിനെതിരിലും ഈ തൗഹീദിനോടുള്ളതായ വെറുപ്പ് കാരണത്താൽ ഈ നാട്ടിനെ ഭീകരതയുടെ നാടാണെന്ന രൂപത്തിലുള്ളതായ ആ തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുകയും എന്നിട്ട് അള്ളാഹുവിന്റെ മതത്തിനെ സ്ഥാപിക്കുന്നതിലും അള്ളാഹുവിന്റെ മതത്തിന്റെ വിജയപതാക പറപ്പിക്കുന്നതിലും അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് വേണ്ടി നാട്ടുകാർ ജീവിക്കുന്നതിനും വിലങ്ങതടിയായി മാറുക എന്നത് ഒരിക്കലും അരുത് എന്ന് മുസ്ലിം ലോകത്തോട് പ്രത്യേകിച്ച് ആസകലം ആഹ്വാനം ചെയ്യുകയും ഈ നാട്ടുകാരോട് ഊന്നിപ്പറയുകയും ചെയ്തതായിട്ട് കാണാം രാജാവ്. അത് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ നേരത്തെ ഓതിയതായ ആയത്ത് ഓതിയും കൊണ്ട് അവസരത്തിൽ പ്രസംഗിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ ഹഖ് അഥവാ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായ ബാധ്യത അതിൽ ഞങ്ങൾ വീഴ്ച വരുത്തുന്നതല്ല. അഥവാ രാജാവ്, അഥവാ ഉമർ ബിൻ അബ്ദുൽ അസീസ്, മുസ്ലിങ്ങളുടെ ഖലീഫ, മുസ്ലിങ്ങളുടെ നേതാവ്, ഞങ്ങൾ ചെയ്യേണ്ടതായ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നതല്ല. ആ വീഴ്ച വരുമ്പോൾ അത് നികറ്റാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടതുമാണ്, അത് ഉണർത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടതുമാണ് എന്നല്ലാതെ നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്യണം. അതെന്താണ്? നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ പൊട്ടിപ്പുറപ്പെടരുത്. ഞങ്ങൾ ചെയ്യുന്നതായ ഈ ഭരണകൂടം ഇസ്ലാമിക ഭരണകൂടമായിരിക്കവേ, തൗഹീദ് സ്ഥാപിക്കുന്ന ഭരണകൂടമായിരിക്കവേ, ഖുർആനും സുന്നത്തും നടപ്പാക്കണമെന്ന നിർബന്ധമുള്ള ഭരണകൂടമായിരിക്കവേ, അതിന് കോട്ടം തട്ടുന്ന രൂപത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പ്രജകളോട് ഈ ആയത്ത് ഓതിയിട്ട് പ്രസംഗിച്ചതായ സംഭവത്തെയും മക്ക ഇമാം ഇന്ന് പ്രത്യേകം ഉണർത്തുകയുണ്ടായി. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ നാം ലോകമാസകലം ഇപ്പോൾ ഇന്നത്തെ ആധുനിക മാധ്യമങ്ങളിലൂടെ ലോകമാസകലം കണ്ടുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്ത് മക്കയിലും മദീനയിലും ഇവിടുത്തെ ഭരണകൂടം ചെയ്യുന്നതായ സേവനങ്ങൾ, ആ സേവനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ നിഅമത്തിലൂടെയാണ് അത് സംഭവിക്കുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അൽ മദീനത്തു തൻഫി ഖബതഹ, മദീന അതിന്റെ അഴുക്കിനെ, അതിലുള്ളതായ ആദർശപരമായതായ അഴുക്കുകളെ എന്ത് ചെയ്യും? ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവര എന്ന് പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കറാമിത്തക്കാർ ചിലപ്പോൾ, ഷിയാക്കൾ ചിലപ്പോൾ, ഒബീദികൾ ചിലപ്പോൾ പല പല കാലഘട്ടങ്ങളിലായിട്ട്, അതുപോലെ ഉസ്മാനികൾ പലപ്പോൾ, അങ്ങനെ പല കാലഘട്ടങ്ങളിലായിട്ട് വിദഅത്ത് വ്യാപകമാക്കാനും അനാചാര വ്യാപകമാക്കാനും ഇടയ്ക്ക് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂല് സത്യവാഗ്ദാനം ചെയ്തതുപോലെ അതിന്റെ ഖബത്തിനെ ഇവിടെ ശുദ്ധീകരിച്ചുകൊണ്ട് ഇരിക്കുന്നതായ ഒരു മഹാപ്രത്യേകതയുള്ളതായ നാടാണ് അൽ മദീന. അതുപോലെ തന്നെ അൽ ഹറമാൻ, മക്ക മദീന ഹറം, വൽ ഹറമാനി യംഫിയാനി ഖബതഹുമാ എന്നാണ് റസൂലുള്ളാഹിയുടെ പ്രഖ്യാപന. മദീനയിലുള്ളതായ സ്വർഗ്ഗത്തോപ്പിന്റെ അകത്ത് എഴുതി വെച്ചതായ ഹദീസ് ഇവിടെ വന്നു പോയവർക്ക് പ്രത്യേകം അറിയാവുന്നതാണ്. ലോക മുസ്ലിങ്ങൾ അത് ക്യാമറയിൽ കൂടി കാണുകയാണ്, ടെലിവിഷനിൽ കൂടി കാണുകയാണ്. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ലോകത്ത് നാസകലം ഈമാനും ഇസ്ലാമും നഷ്ടപ്പെട്ടാലും അത് മദീനത്ത് അതിന്റേതാകുന്ന രൂപത്തിൽ പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ശത്രുവിനെ ഭയപ്പെട്ടുകൊണ്ട് അഭയം തേടും പോലെ ഈ നാട്ടിലേക്ക് അഭയം തേടുമെന്ന സന്തോഷ വാർത്ത നമ്മുടെ കണ്ണിലുണിയായ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച സത്യവാഗ്ദാനം നാം പഠിക്കുമ്പോൾ, ബുഖാരിയിലൂടെ വായിക്കുമ്പോൾ, മുസ്ലിമിലൂടെ വായിക്കുമ്പോൾ സത്യവാഗ്ദാനത്തെ നാം ഇവിടെ പ്രകടമായി ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സൗദി ഗവൺമെന്റ് ഇവിടെ തൗഹീദ് സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ എന്നത് നാം ശരിക്കും മനസ്സിലാക്കണം. അതിന് ഘടകവിരുദ്ധമായിട്ട് ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവര് സ്റ്റേജും കെട്ടിയിട്ട് ഇസ്ലാമിനും ഖുർആനിനും സുന്നത്തിനും ഘടകവിരുദ്ധമായിട്ടാണ് അവർ പ്രഖ്യാപിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നത് അവർ കണ്ടറിയണം. എന്തുകൊണ്ട്? അവർ ഈ നാട്ടിനെതിരിൽ സംസാരിക്കുമ്പോൾ ഈ നാട്ടിലുള്ളതായ വീഴ്ചകൾ പറയുകയാണെങ്കിൽ പറയേണ്ടതുപോലെ പറയേണ്ടവരോട് പറഞ്ഞിട്ട് അതിന് പ്രതിവിധി കണ്ടെത്താ എന്നല്ലാതെ സ്റ്റേജ് കെട്ടിയിട്ട് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം എന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു ഇഷ്ടമില്ല വടക്ക് കാര്യങ്ങൾ, മുസ്ലിങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച്, ഇസ്ലാമിനെ കുറിച്ച് പ്രത്യേകിച്ച് പരസ്യമായി പറയുക എന്നത് അള്ളാഹുവിന് വെറുപ്പാണ്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ, വാക്കുകളിൽ നിന്നിട്ട് വടക്കായ വാക്കുകൾ, അത് വാട്സാപ്പിൽ കൂടിയാവട്ടെ, നെറ്റിൽ കൂടിയാവട്ടെ, ഏത് മാധ്യമങ്ങളിൽ കൂടിയാവട്ടെ, വടക്ക് കാര്യങ്ങൾ ആരെക്കുറിച്ച്, എന്തിനെക്കുറിച്ച്, ഭരണകൂടത്തെക്കുറിച്ച് ആരെക്കുറിച്ചും പറയാൻ പാടുള്ളതല്ല, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തീർത്തു പറഞ്ഞ ഭാഗമാണ്. ഇല്ലാ മൻ ദുലിം, ആക്രമിക്കപ്പെട്ടവർ ഒഴിച്ച്, അവർ ആക്രമിക്കപ്പെട്ടതായ ആ വീഴ്ചകളെ കുറിച്ച് ഉണർത്തേണ്ടി വരും. അത് ഉണർത്തിയാൽ അതിൽ നിന്നിട്ട് അവർക്ക് സുരക്ഷിതം നേടാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി പുലർത്തുവാനും, നീതി സ്ഥാപിക്കുവാനും, നമസ്കാരം നിലനിർത്തുവാനും, തൗഹീദ് സ്ഥാപിക്കുവാനും എല്ലാം ആഗ്രഹമുള്ള, അതിനുവേണ്ടി കച്ചകെട്ടി പുറപ്പെട്ടതായ ഒരു ഭരണകൂടത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ടാക്കി തന്നിട്ടുള്ളത്. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും, അവർക്ക് വേണ്ടി വാദിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. നേരെ വിപരീതമല്ല ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം മക്ക ഇമാമ് മുസ്ലിം ലോകത്തോട് ആഹ്വാനം ചെയ്തു. അതുപോലെ തന്നെ രാജാവ് ഈ നാട്ടുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതാണ് ഇന്ന് മക്ക ഇമാമ് ഇന്ന് പ്രസംഗിച്ചതായ പ്രസംഗത്തിന്റെ ഷോർട്ടായ ഭാഗം. മദീനയിൽ നടന്നതായ പ്രസംഗം വളരെ നീണ്ടതാണ്, എങ്കിലും ഷോർട്ടാക്കി നമുക്ക് പറഞ്ഞുകൊണ്ട് നിർത്തിക്കളയാം. സൂറത്തുൽ ഫാത്തിഹയുടെ ഫവാത്തിഹിൽ, അതുപോലെ മൊത്തത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത ഇന്ന് മദീന ഇമാമ് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം സംസാരിച്ചതായ സന്ദർഭത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത നമുക്കറിയാവുന്നതുപോലെ 2 തവണയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത ലോകം മനസ്സിലാക്കാൻ വേണ്ടി സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയത്. ഒന്ന് മക്കയിൽ, മറ്റൊന്ന് മദീനയില്. മുഫസ്സിറുകൾ എന്നിട്ട് പലരും പറയും പോലെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തവണയായിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിലും സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയത് മക്കത്താണ് എന്നാണ് ഖുർആനിൽ നമ്മുടെ കൂടെയുള്ള മുസ്ഹഫിൽ മദീനയിൽ അച്ചടിക്കപ്പെട്ടതായ ഉസ്മാനി ലിപിയുള്ളതായ ഖുർആനിൽ എഴുതപ്പെട്ടിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ഇറക്കിയതാണ് സൂറത്തുൽ ഫാത്തിഹ എന്നതുകൊണ്ട്, നമസ്കാരത്തെ നിർബന്ധമാക്കപ്പെട്ട സന്ദർഭത്തിൽ ഇറക്കിയതാണ് എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹിജ്റിൽ വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം എന്ന് പറഞ്ഞതായിട്ട് കാണാം. നിങ്ങൾക്ക് മടങ്ങി മടങ്ങി വരുന്നതായ 7 ആയത്ത് ഉൾക്കൊള്ളുന്നതായ ആ സബ്അൻ മിനൽ മസാനി എന്നതായ ആ മഹാ സൂക്തത്തെ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് സൂറത്തുൽ ഹിജ്റിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമ്പോൾ, അത് മക്കയിൽ ഇറങ്ങിയതായ സൂറത്തിലൂടെ സംസാരിക്കുമ്പോൾ മക്കയിൽ തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ ഇറക്കമുണ്ടായത് എന്നത് ഉറപ്പാണ്. എന്നാൽ ആ സൂറത്തുൽ ഫാത്തിഹ അതിന്റെ പ്രത്യേകത ഖുർആനിന്റെ എ മുതൽ സെഡ് വരെയുള്ളതായ സർവ്വ പ്രധാനപ്പെട്ട തത്വങ്ങൾ അതിന്റെ അകത്തുണ്ട് എന്നതാണ്. രക്തച്ചുരുക്കം അതിന്റെ അകത്തുണ്ട് എന്നതാണ് ആ സൂറത്തിന്റെ പ്രത്യേകത. എന്ന് മാത്രമല്ല, ഖുർആനിന്റെ പ്രാരംഭം അത് സൂറത്തുൽ ഫാത്തിഹയിൽ കൂടിയാണ് നാം കാണുന്നത് പോലെ. ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ടതായ കോപ്പിയുടെ തുടക്കം അങ്ങനെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ് അതിന്റെ തുടക്കം. അല്ലാഹു സ്തുതികീർത്തനം ചെയ്തുകൊണ്ടാണ് ആ ഖുർആനിന്റെ തുടക്കം. എന്ന് മാത്രമല്ല, നാം നിസ്കരിക്കാൻ വേണ്ടി ആരംഭിക്കുന്ന സന്ദർഭത്തിലും നാം തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ്. എന്നാൽ ആ ഫാത്തിഹ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സിഫാത്തുകൾ, അല്ലാഹുവിന്റെ അസ്മാകൾ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടി തീരുമാനിച്ച സത്യവിശ്വാസികൾ വിശ്വസിച്ചു വരുന്നതായ തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാ വ സിഫാത്ത്, ഇതെല്ലാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് പറയുന്നതായ ആ 2 ആയത്തിലൂടെ നമ്മുടെ മുമ്പിൽ സ്ഥിരീകരിച്ച് സ്ഥാപിച്ചു പോയിരിക്കുകയാണ്. അത് ഖുർആനിന്റെ എല്ലാ മെയിൻ തത്വങ്ങൾ ആ ഫാത്തിഹയിൽ ഉണ്ട് എന്നതിലേക്കുള്ള തെളിവാണത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് പഠിപ്പിക്കാൻ, ലോകത്തിന് ഖുർആനിലൂടെ മനസ്സിലാക്കി തരാൻ തീരുമാനിച്ച അല്ലാഹുവിന്റെ കഴിവ് കൽപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്? അല്ലാഹുവിന്റെ കഴിവ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ശിഷ്ടികൾ എങ്ങനെ മനസ്സിലാക്കണം എന്നീ കാര്യങ്ങളൊക്കെ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്നതായ ആയത്തിൽ കൂടി പഠിപ്പിച്ചപ്പോൾ ആ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതായ ആ ആയത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 17 തവണ നിർബന്ധമായിട്ട് മുസ്ലിം ലോകത്തെ കൊണ്ട് ദൈനംദിനം ഓദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനിച്ചതുകൊണ്ടാണ് അവിടെ അല്ലാഹു സെലക്ട് ചെയ്തത് ഈ ഖുർആനിന്റെ രത്നച്ചുരുക്കം ഉൾക്കൊള്ളുന്നതായ സൂറത്തുൽ ഫാത്തിഹ അവർ ഓതിയാലേ തീരൂ എന്നത്. എന്നിട്ട് മാത്രമല്ല, ഷാഫി മദ്ഹബ് പോലത്തെ മദ്ഹബുകളിൽ എല്ലാവരും ഓതണം. ഇമാമും ഓതണം, മൗമും ഓതണം, തനിച്ച് നിസ്കരിക്കുന്ന ആളും ഓതണം. മസ്ബൂഖായ വ്യക്തി ആ റുക്ഉ മാത്രമേ കിട്ടിയുള്ളൂ എങ്കിൽ അദ്ദേഹത്തിന്റെ ആ റക്അത്തിൽ മാത്രം ഉള്ളതായ ഫാത്തിഹയെ ഇമാം ചുമക്കുമെന്നല്ലാതെ മറ്റു സർവ്വ റക്അത്തുകളിലും അവൻ ഓതിയിരിക്കണമെന്ന നിർബന്ധം നമുക്ക് ഫിഖ്ഹ് മസ്അലയിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത്രയും പ്രാധാന്യം ഈ സൂറത്തിന് നൽകാൻ കാരണം ആ സൂറത്തിന്റെ തത്വം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം മുസ്ലിം ലോകം പഠിക്കേണ്ടതും ജീവിക്കേണ്ടതും അവന്റെ ജീവിതത്തെ നയിക്കേണ്ടതും എന്നതിലേക്ക് അത് തെളിവാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും അള്ളാഹുവിനെ കൊണ്ടുള്ളതായ ആ അഖീദയിലുള്ളതായ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അസ്മാ സിഫാത്തിലും ഉള്ളതായ വിശ്വാസവും കെട്ടുറപ്പുള്ളതായ
ദൃഢതയോട് കൂടിയുള്ളതായ വിശ്വാസവും ആ അൽഹംദുലില്ലാ അർ-റഹ്മാൻ റഹീം എന്ന 2 ആയത്ത് ഓതുന്ന സന്ദർഭത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ സമ്മതിക്കേണ്ടി വരുന്നു, വിശ്വസിക്കേണ്ടി വരുന്നു. അവൻ പരലോകം എന്നതായ ഒരു ലോകം വരാൻ പോകുന്നുണ്ട്. അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നുണ്ട്. അവൻ പ്രതിഫലം നൽകുന്നതായ ഒരു ലോകമാണത്. നന്മ ചെയ്തവർക്ക് നന്മ, തിന്മ ചെയ്തവർക്ക് തിന്മ. ആ യുഗത്തിലേക്ക് എത്തേണ്ടി വരും, ആ ലോകത്തിലേക്ക് എത്തേണ്ടി വരും. അതാണ് യൗമുൽ ആഖിർ, അതാണ് യൗമുൽ ഖിയാമ, അതാണ് പരലോകം. ആ പരലോകത്തിലുള്ളതായ ആ കാലഘട്ടത്തിൽ, ആ യുഗത്തിൽ അതിനെ ഭരിക്കുന്ന, അതിനെ അടക്കി ഭരിക്കുന്ന, അതിനെ പരമാധികാരം ഏറ്റെടുക്കുന്ന മഹാവ്യക്തിത്വമാണ്, മഹാശക്തിയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മാലിക് യൗമിദ്ദീൻ. പ്രതിഫലം നൽകപ്പെടുന്നതായ ആ നാളിന്റെ ഉടമസ്ഥനാണ് ആ വ്യക്തി, അഥവാ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു എന്ന് നമ്മെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിർത്തിയിട്ടില്ല. പിന്നെയാണ് നാം ഇവിടെ ജീവിക്കേണ്ട യഥാർത്ഥ ലക്ഷ്യമാകുന്ന പ്രാർത്ഥനയും ആരാധനയും സഹായാർത്ഥനയും അത് മുഴുവനും അള്ളാഹുവിന് മാത്രമാണ് എന്നതായി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നാം അള്ളാഹുവിന് മുമ്പിൽ വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ അതോടുകൂടി അള്ളാഹുവിന് പരിപൂർണമായി കീഴടങ്ങലും, അള്ളാഹുവിന് പരിപൂർണമായി നാം അനുസരിക്കലും, അള്ളാഹുവിലേക്ക് മടങ്ങലും എല്ലാം അതിലൂടെ വരുന്നു. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, നിനക്ക് മാത്രമാണ് ഞങ്ങളുടെ സമർപ്പണം, നിനക്ക് മാത്രമാണ് ഞങ്ങളുടെ സർവ്വ ആരാധന, നിനക്ക് മാത്രമാണ് ഞങ്ങളുടെ ഖുശൂ, ഞങ്ങളുടെ ഖുദൂഅ്, ഞങ്ങളുടെ ഭക്തി എല്ലാം നിന്നിലേക്ക് മാത്രമാണ്. നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥനം നടത്തുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിനോടല്ലാതെ ശക്തികളോട് ചോദിക്കാൻ പാടില്ലാത്തതായ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കഴിഞ്ഞതിന് ശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പഠിപ്പിക്കാൻ കാരണം, പറയിപ്പിക്കാൻ കാരണം നമ്മെ കൊണ്ട് എന്തേ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം സവിശിഷ്ടമായ കാര്യമാണ് എന്ത്? ഹിദായത്ത്. ആ ഹിദായത്ത് ആരോടാണ് ചോദിക്കേണ്ടത്? അള്ളാഹുവിനോട് മാത്രമാണ് ചോദിക്കേണ്ടത്. അങ്ങനെ നാം അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം, അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്ന തത്വം, അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വാക്കിലൂടെ 17 തവണ നിർബന്ധമായിട്ട് അടിമകളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിക്കുന്നു, സമ്മതിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അതിന് വിപരീതം നീങ്ങരുത്, അതിന് വിപരീതം നീങ്ങരുത്, അതിന് വിപരീതം നടക്കരുത്, അതിന് വിപരീതം പ്രവർത്തിക്കരുത്. ആ പറയുന്നത് പോലെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അള്ളാഹിന്റെ മുമ്പിൽ എന്ത് സമ്മതിച്ചു 17 റക്അത്തിലൂടെ, 5 വഖ്ത് നമസ്കാരത്തിലൂടെ, അത് തന്നെയായിരിക്കണം നിന്റെ വ്യക്തി ജീവിതത്തിലും, നിന്റെ സാമൂഹിക ജീവിതത്തിലും, നിന്റെ കാറിലും, നിന്റെ ബിസിനസ്സിലും, നിന്റെ വ്യാപാരത്തിലും, നിന്റെ കൃഷിയിലും, നിന്റെ ഭരണകൂടത്തിലും, നിന്റെ പാർലമെന്റിലും, നിന്റെ അസംബ്ലിയിലും, നിന്റെ എല്ലാ ജീവിതത്തിന്റെ മേഖലകളിലും ആ ഫാത്തിഹയിൽ പറയുന്നതായ തത്വങ്ങൾ തന്നെയായിരിക്കണം നടപ്പാക്കപ്പെടേണ്ടത്. എന്ന് മാത്രമല്ല സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ദൂബി അലൈഹിം എന്ന് പ്രത്യേകം ചരിത്രത്തിലേക്ക് നമ്മെ കണ്ണോടിപ്പിക്കുന്നു. മുമ്പ് ജീവിച്ചവരിൽ നന്മയിൽ ഈ പറഞ്ഞതായ ഈ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു വിഭാഗം വിട്ടുകടന്നിരുന്നു. അതുപോലെ തന്നെ അതിന് വിപരീതം ജീവിച്ച ഒരു വിഭാഗം വിട്ടുകടന്നിരുന്നു. അങ്ങനെയുള്ള മഹാ 2 സമൂഹത്തിലേക്ക് സൂചന നൽകുന്നു. ആ സമൂഹത്തിൽ നിന്നിട്ട് ഈ തത്വത്തിന് ഘടകവിരുദ്ധമായി ജീവിച്ചവരെ നൊടിയിട കൊണ്ട് ചുട്ടി ചാമ്പലാക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ. ഈ തത്വം അനുസരിച്ച് ജീവിച്ചവർക്ക് അന്തസ്സും അഭിമാനമുള്ളതായ ജീവിതം ജീവിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഈ ഭൂമിയിൽ തന്നെ അള്ളാഹു നൽകിയിരുന്നു. അങ്ങനെയുള്ള മഹാ 2 സമൂഹത്തിലേക്ക്, ചരിത്രത്തിലേക്ക്, ചരിത്രത്തിന്റെ കവാടങ്ങളിലേക്ക് ആ ആയത്തുകളിലൂടെ നമ്മെ ക്ഷണിക്കുകയും ചെയ്തു. അതാണ് ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ മെയിൻ തത്വങ്ങൾ, രത്നച്ചുരുക്കങ്ങൾ ഉൾക്കൊണ്ടതായ സൂറത്താണ് എന്നത് മദീന ഇമാം ഊന്നിപ്പറയുകയും ആ സൂറത്തിന്റെ പ്രത്യേകത നാം മനസ്സിലാക്കുമ്പോൾ നാം മടങ്ങേണ്ടി വരുന്ന നിർബന്ധമായിട്ടും നമ്മുടെ ആദർശത്തിലേക്ക്, അതിനുള്ള വീഴ്ചകൾ നികറ്റാൻ വേണ്ടി നമ്മെ അത് പ്രേരിപ്പിക്കുന്നു. അത് എല്ലാ സമയത്തിലും നാം അള്ളാഹിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള വേദി, നമുക്ക് ചിന്തിക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരുന്നു എന്നതാണ് നാം അതിലൂടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതായ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് ഇന്ന് വളരെ വിശദമായിട്ട് മദീന ഇമാം ഊന്നിപ്പറഞ്ഞത് നിങ്ങൾ കേട്ടതായിരിക്കും. അത് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മഹാകൽപ്പ് കഴിവ്, ഗ്രന്ഥങ്ങളെ ചുരുട്ടിപ്പിടിക്കുന്നത് പോലെ, ഗ്രന്ഥങ്ങളെ ചുരുട്ടിപ്പിടിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വലത് കൈയിൽ ഖിയാമത്ത് നാളിൽ ഈ ഭൂമിയെ സകലം ചുരുട്ടിപ്പിടിക്കുന്ന രംഗം അത് നമുക്ക് കൊലപ്പെടുത്താൻ പറ്റുന്നതല്ല. അങ്ങനെ തന്നെ വിശ്വസിക്കലല്ലാതെ എങ്ങനെ സംഭവിക്കുമെന്നത് കൊലപ്പെടുത്താൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ളതായ ലോകം വരാൻ പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐനൽ മുലൂക് ഐനൽ ജബ്ബാറൂൻ ഐനൽ ഖഹാറൂൻ എന്ന് ചോദിക്കുന്ന യുഗം വരാൻ പോകുന്നുണ്ട്. എവിടെയുണ്ട് രാജാക്കന്മാർ? എത്ര പേര് ഇവിടെ ഞാൻ ദൈവമെന്ന് വാദിച്ച ആളുണ്ട്? എത്ര പേര് ഇവിടെ അടക്കി ഭരിക്കുമെന്ന് വാദിച്ച ആളുണ്ട്? ഇവിടെ എത്ര പേര് ഖഹർ ചെയ്തവരുണ്ട്? ജനങ്ങളെ ആക്രമിച്ചവരും അനീതി കാട്ടിയവരുമുണ്ട്. അവരൊക്കെ എവിടെ? ലിമനിൽകുല്യവും ആർക്കാണ് ഇന്ന് ഭരണകൂടം? ആർക്കാണ് ഇന്ന് അധികാരം? ആർക്കാണ് ഇന്ന് പരമാധികാരം എന്ന് ചോദിക്കുന്നതായ യുഗം വരാൻ പോകുന്നുണ്ട്. ആ യുഗത്തിലേക്ക് സൂചനയായിരുന്നു എന്ത്? മാലിക് യൗമിദ്ദീൻ എന്ന വാക്കിലൂടെ നാം നേരത്തെ പറഞ്ഞതായ ആയത്തിലൂടെ നാം ഉൾക്കൊണ്ടുകൊണ്ട് പറയേണ്ടത് യഥാർത്ഥത്തിൽ അല്ലാഹു
നിലവിളിച്ചതും അതൊക്കെ അങ്ങനെയുള്ളതായ അള്ളാഹുവിന്റെ ആ വിശാലമായ അസ്മാകളെ സിഫാത്തുകളെ പഠിക്കേണ്ടതുപോലെ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് നമ്മുടെ ചർച്ചാ വിഷയമാക്കി മാറ്റുകയും എന്നിട്ട് ഈ പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് എത്തതായ യുഗമാണെന്ന് കൊട്ടിഘോഷിക്കുന്ന വിഭാഗം, മനുഷ്യാവകാശം വരെ നഷ്ടപ്പെട്ടതായ വിഭാഗം, പെണ്ണിനെയും ആണിനെയും വേർതിരിച്ച് മനസ്സിലാക്കാതെ മൃഗതുല്യ ജീവിതം നയിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതായ ഭരണകൂടങ്ങളും പുരോഗതിയുടെ മനുഷ്യാവകാശം വാദിക്കുന്നതായ ഭരണകർത്താക്കളും ഉള്ളതായ യുഗം. അങ്ങനെയുള്ള യുഗത്തിൽ മക്ക ഇമാം പറഞ്ഞതുപോലെ അങ്ങനെയുള്ള യുഗത്തിൽ ഖുർആനും സുന്നത്തും ജീവിതത്തിൽ പകർത്തണമെന്നതായ നിർബന്ധ പ്രവൃത്തിയും കൊണ്ട് മുന്നോട്ട് പോകണം. വീഴ്ചകൾ അകറ്റണമെന്ന നിർബന്ധമുള്ളതായ നേതൃത്വങ്ങൾ നമുക്ക് ലഭിച്ചു എന്നതും ആ നേതൃത്വങ്ങൾ ഇവിടെ ഭരിക്കുന്നു എന്നതും ആ നേതൃത്വങ്ങൾ ഇവിടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ആൾക്കാര് മുസ്ലിംകളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നതൊക്കെ ഒരു മഹാ നേട്ടമാണ്, മഹാഭാഗ്യമാണ്. ആ ഭാഗ്യവും നേട്ടവും കണ്ടറിഞ്ഞ് നാം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുകയും എന്നിട്ട് ഈ നാട്ടിന് വിപരീതം, സത്യത്തിന് വിപരീതം, തൗഹീദിന് വിപരീതം പ്രവർത്തിക്കുന്നവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഉപദേശിക്കേണ്ടതും നന്മ പറഞ്ഞു കൊടുക്കേണ്ടതും അവർ സത്യത്തിലേക്ക് മടക്കാൻ വേണ്ടി പാടുപെടേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. പ്രബോധകന്മാരുടെ ബാധ്യതയാണ്, പ്രവർത്തകന്മാരുടെ ബാധ്യതയാണ്, പ്രാസംഗികന്മാരുടെ ബാധ്യതയാണ്, എഴുത്തുകാരുടെ ബാധ്യതയാണ്. ഈ ഇലാം എന്ന് പറയുന്നതായ പ്രക്ഷേപണ വകുപ്പിന്റെ ഏതെല്ലാം വകുപ്പുകളുണ്ട്, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വകുപ്പ്, അവരുടെ എല്ലാം ബാധ്യതയാണ് ഈ നാട്ടിന്റെ നന്മ, ഈ നാട്ടിലുള്ളതായ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്തതായ ഈ വിശാലമായ നിഅമത്ത് അത് കണ്ടറിഞ്ഞ് അതിനെ പ്രചരിപ്പിക്കുക. അത് നിലനിർത്താൻ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിനെ നാം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചാൽ മാത്രമേ ആ നിഅമത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് നമ്മളിട്ട് നഷ്ടപ്പെട്ടു പോകും. അത് നിലനിർത്താനും അത് എപ്പോഴും ഉണ്ടാവാനും വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാം അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അതിന്റെ പ്രത്യേകത അറിയിച്ചു കൊടുക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം എന്നത് മക്ക ഇമാം ഊന്നി പറഞ്ഞ ഭാഗമായിരുന്നു. ഞാൻ പറയാൻ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മദീന ഇമാം ഇന്ന് സംസാരിച്ചപ്പോൾ ഫാത്തിഹ സൂറത്തിന്റെ അകത്തുള്ളതായ ആ മജ്ജയെ, ആ പ്രധാനപ്പെട്ട പോയിന്റുകളെ വിവരിച്ചതായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തതായ ആ വിശാലമായ അനുഗ്രഹമാകുന്ന ഈ ഇസ്ലാമാകുന്ന മതത്തിന്റെ ഉടമകളാക്കി അതിന്റെ മെമ്പർമാരാക്കി അള്ളാഹു നമ്മെ മാറ്റുകയും ഈ മക്കയുടെയും മദീനയുടെയും സംരക്ഷണം നമ്മുടെ കയ്യിൽ തരികയും ചെയ്തു തന്നെ അതിന്റെ നേതൃത്വം വഹിക്കുന്ന നേതൃത്വങ്ങൾക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്ക് ഈ നാട്ടിന്റെ ഭരണകൂടം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജീവിക്കുന്നവർക്ക് ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തെ സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ വിജയ പതാക പറപ്പിച്ചുകൊണ്ട് തൗഹീദിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. അതിന് എതിരിൽ പ്രവർത്തിക്കുന്ന വിഭാഗത്തിന്റെ ക്രൂര കൃത്യങ്ങളിൽ നിന്നിട്ടും അക്രമങ്ങളിൽ നിന്നിട്ടും അസൂയകളിൽ നിന്നിട്ടും തോന്നിവാസങ്ങളിൽ നിന്നിട്ടും അള്ളാഹു ഈ നാട്ടിനെ, മക്കയെ, മദീനയെ, ഈ ഭരണകൂടത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് മക്ക ഇമാം പ്രാർത്ഥിച്ചു. നാമും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നാമും സദാ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള നേതൃത്വങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ബിതാനത്ത് നൽകട്ടെ. അപ്രകാരം തന്നെ അവർക്ക് ഈ നാട്ടിൽ ഇനിയും പുരോഗതിയിലേക്ക് ഇസ്ലാമികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അൽ അംറു ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ സ്ഥാപിച്ചുകൊണ്ട് അവരിവിടെ പ്രവർത്തിക്കുന്നത് പോലെ ജനങ്ങളുടെ ഇടയിൽ സത്യം പ്രചരിപ്പിച്ച് നന്മ പ്രചരിപ്പിച്ച് തിന്മ വിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായ ആ സൗകര്യവും തൗഫീഖും ഇനിയും അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ച് കൊടുക്കട്ടെ എന്ന് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد قادة وحكام بلاد الحرمين وعلماء بلاد الحرمين سوءا اللهم فأشغله في نفسي واجعل تدبيره يا حي يا قيوم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ ഞങ്ങൾ നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥാ. അതുപോലെ ഞങ്ങൾ നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ നീ സുഖപ്പെടുത്തണ രക്ഷിതാവേ. ഞങ്ങൾ നിട്ട് ഇണങ്ങളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണങ്ങളെ നൽകണ രക്ഷിതാവേ. സന്താനമില്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.